എൻ്റെ പേര് സുഹേല. ഞാൻ കോഴിക്കോടാണ് വീട്. മലപ്പുറത്താണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ് കോഴിക്കോട്. അപ്പോൾ ഞാൻ കേട്ടിട്ട് എഡ്ഫിലിൻ്റെ ഇതിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പം ഏകദേശം 6 മാസം എൻ്റെ കഴിഞ്ഞു. ഈ എക്സാമോട് കൂടിയിട്ട് കോഴ്സിൻ്റെ സബ്സ്ക്രിപ്ഷനും കഴിഞ്ഞു. അപ്പോൾ ഞാൻ മൈക്ക് വാങ്ങാനുള്ളൊരു കാര്യം നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുമല്ലോ എന്നൊന്നും എനിക്കറിയില്ല. ശരിക്ക് എനിക്ക് പഠനം ഞാനിപ്പം 6 മാസം മുന്നേ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും എൻ്റെ പഠനങ്ങൾ പലപ്പോഴായിട്ട് PG അതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സാം അതിൻ്റെ അസൈൻമെൻറ്റ്സ് കാര്യങ്ങളുമായിട്ടൊക്കെ പലപ്പോഴായിട്ട് എൻ്റെ പഠനം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ എഡ്ഫിലുണ്ടെങ്കിലും എനിക്ക് ആപ്പിൽ കാര്യമായിട്ട് ക്ലാസ്സുകൾ നോക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ കാര്യമായിട്ട് മോക്ക് ടെക്സ്റ്റുകൾ കാര്യമായിട്ടൊന്നും ഇതിൻ്റെ അവർ മെൻറ്റർഷിപ്പിൻ്റെ കൂടെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പം അത് കഴിഞ്ഞ് ഞാൻ PGയുടെ എക്സാം കഴിഞ്ഞിട്ട് കിട്ടിയ വെറും 10 ദിവസം, നിങ്ങൾ വിശ്വസിക്കില്ല എന്നറിയില്ല, ഇപ്പോഴും എൻ്റെ കയ്യിൽ ഞാൻ എഴുതി പഠിച്ച എൻ്റെ നോട്ടുകളുണ്ട്. വെറും 10 ദിവസം വെറും 10 ദിവസത്തിൻ്റെ ഉള്ളിൽ എഡ്ഫിലിൻ്റെ കൂടിയിട്ടാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ കേട്ടറ്റ് 4 കാറ്റഗറിയിലും അതിലും 100-ലും മേലെ മാർക്ക് വാങ്ങിയിട്ട് പാസ്സായി. അതുകൊണ്ടാണ് ഞാൻ എണീറ്റ് വന്നിട്ട് എനിക്ക് സംസാരിക്കണം, എൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്നതിൽ ഞാൻ വരാനുള്ള കാരണം. കാരണം നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് ഒരാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കൂടെ ഒരാളുണ്ട്. നമ്മൾ മനസ്സ് വെച്ചാൽ വെറും 10 ദിവസം കൊണ്ടാണെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടാൻ കനിയായിട്ടുള്ള കേട്ടിട്ട് കിട്ടും. ഞാൻ അതിനുള്ള ഒരു ഉദാഹരണമാണ്. കാറ്റഗറി 4 ഹിന്ദിയാണ്. അറിയാം, നമുക്ക് പെഡഗോജിയിലേക്കൊക്കെ പോകുമ്പം അതിൻ്റെ ഹിന്ദിയിലേക്ക് വരുന്ന വേർഡുകൾ അതൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഫാക്റ്റാണ്. എന്നിട്ടും ആ ഒരു ഇത്തിരി ദിവസത്തിൻ്റെ ഉള്ളിൽ ഞാൻ പൂർണ്ണമായിട്ട് പലപ്പോഴായിട്ട് 2 മണിയാകും ഉറങ്ങാൻ, രാവിലെ 7 മണിക്ക് എണീക്കും. മറ്റ് മോളുണ്ട്, എന്നാലും എൻ്റെ വീട്ടിലാണെങ്കിൽ പോലും ബാക്കിയുള്ള കാര്യങ്ങൾ മക്കളുണ്ടാകുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വരും. കുറച്ച് സമയം നമ്മൾ ഫ്രഷപ്പ് എടുക്കും. എന്നാലും ആ കിട്ടുന്ന ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ നല്ലൊരു മാർക്കോട് കൂടിയിട്ട് എനിക്ക് കേട്ടിട്ട് എഴുതിയെടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിലൊറ്റൊരു കാരണം ഈ നിൽക്കുന്ന ഇവരുടെ ക്ലാസ്സാണ്. ഇതിൽ എനിക്ക് എടുത്തു പറയേണ്ടത്, ഞാൻ ഹിന്ദി ക്ലാസ്സിൽ മിസ്സിനെ കുറേ വന്നപ്പോൾ നോക്കി, ഫേസ് ജസ്റ്റ് ഒരു ഓർമ്മയുള്ളൂ. എനിക്ക് ഹിന്ദി ക്ലാസ് എടുത്ത 1-2 മിസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവരുടെ പേരൊന്നും എനിക്കറിയില്ല, അവരുടെ ക്ലാസ് ഇഷ്ടമായി. കാരണം അവരെ കുറച്ച് ക്ലാസ് കേട്ടിട്ട് ഞാൻ PG എക്സാം എഴുതിയിട്ടുണ്ട്. ആ എക്സാമിൽ ഞാൻ പാസ്സായി. അപ്പോൾ അത് കേട്ടിട്ട് മാത്രമല്ല, എൻ്റെ PGക്കും കൂടി ഇവരെ സഹായകമായിട്ടുണ്ട്. അതിന് ഒരിക്കൽ കൂടി നന്ദി പറയാണ്. അപ്പം ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിപ്പെടാനും ഇങ്ങനെ ഒരു കോച്ചിങ്ങിന് കീഴിലെത്താനും അതിൻ്റെ കൂടെ എനിക്ക് കേട്ടിട്ട് എഴുതിയെടുക്കാൻ പറ്റിയാലും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ നിങ്ങളും ശ്രമിക്കുക, ഇനി മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക. കാരണം ഞാൻ ഒരു ഉദാഹരണമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് നിങ്ങളുടെ മുന്നിൽ നിന്ന് പറയാൻ കാരണം. 10 ദിവസം മതി, നമ്മൾ വിചാരിച്ചാൽ മതി, നമുക്ക് കേട്ടിട്ട് കിട്ടും.